ഹായ് ഹലോ നമസ്കാരം. ഇന്ന് മക്രോണി കൊണ്ട് വെജിറ്റേറിയൻസിനും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് സോസി ആയിട്ടുള്ളൊരു മക്രോണി റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം മക്രോണി ഇട്ടു, ആവശ്യത്തിന് വേവാനുള്ള വെള്ളം, ഉപ്പ്, പിന്നെ ഏതെങ്കിലും ഒരു ഓയിൽ. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ്. ഇത് മക്രോണി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്ത് മക്രോണി ഇനി അടച്ചു വെച്ച് വേവിക്കാം. നല്ലപോലെ വെന്ത് വരട്ടെ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വേവും. അപ്പോഴത്തേക്ക് നമുക്ക് മഷ്റൂം എടുക്കാം. അപ്പോൾ ഈ മഷ്റൂം കഴുകി ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ പുറത്തൊരു ചെറിയ കറ പോലെ കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് ഇതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളാണ്. ഇങ്ങനെ അതിൻ്റെ അടി പിടിച്ചിട്ട് ഇങ്ങോട്ട് പൊക്കി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരും. അപ്പം ഞാൻ എല്ലാത്തിനും തൊലി ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി കുഞ്ഞാക്കി കട്ട് ചെയ്ത് വെക്കുന്നു. നല്ല രുചിയാട്ടോ ഈ മക്രോണിക്ക്. ആ മഷ്റൂമിൻ്റെ മണം കൊണ്ട് മഷ്റൂമിന് നല്ലൊരു സ്മെല്ലല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ബ്രൊക്കോളി എടുക്കുന്നത്. ബ്രൊക്കോളി ഒരുപാട് ഗുണമുള്ളതല്ലേ. ഇതെന്നതാ ബ്രൊക്കോളി? ബ്രൊക്കോളിയാണോ? മഷ്റൂം. മഷ്റൂം, ബ്രൊക്കോളി. ഇടയ്ക്ക് വന്ന് അവരും ഇതുപോലെ എല്ലാ പച്ചക്കറിയും ഒന്ന് പരിചയപ്പെടും കേട്ടോ. അപ്പോഴത്തേക്ക് മക്രോണി എല്ലാം നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഇളക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അപ്പോഴത്തേക്കും പച്ചക്കറി എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു. ബ്രൊക്കോളി ഇതുപോലെ കുഞ്ഞാക്കി കട്ട് ചെയ്തു. കൂടെ ക്യാരറ്റും ഫ്രോസൺ ആണ്, ഗ്രീൻ പീസും, ഒരു സബോളയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമുള്ള രീതിക്ക് പച്ചക്കറിയൊക്കെ ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ മഷ്റൂമിൻ്റെ സ്ഥാനത്ത് ചിക്കൻ ഇട്ടും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ മഷ്റൂം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓൾറെഡി മഷ്റൂമിന് നല്ലൊരു സ്മെല്ലല്ലേ, അപ്പോൾ ഇതുകൂടി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം മക്രോണി ഏകദേശം നല്ലപോലെ വെന്ത് വന്നു. ഈ വെള്ളം ഇനി ഊറ്റിക്കളഞ്ഞ് നല്ലപോലെ ഇതൊന്ന് അരിച്ചെടുത്തു. അപ്പോൾ മക്രോണി നല്ല വെന്ത്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ആദ്യം തന്നെ മക്രോണി വേവിക്കുന്ന നമുക്കതാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ടാണ് മക്രോണി വേവിച്ച് മാറ്റി വെക്കാൻ ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ ആ പാത്രം തന്നെ എടുത്ത് ആ പാത്രത്തിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ഞാൻ ബട്ടറാട്ടോ. ഇതിൽ വേണമെങ്കിലും ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ബട്ടർ ഇട്ട് കൊടുത്തത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ഇടുക. അത് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു 2 അല്ലി വെളുത്തുള്ളി കുഞ്ഞാക്കി കട്ട് ചെയ്ത് വെച്ചത് ഇട്ടു. ഈ വെളുത്തുള്ളി എന്താണേലും ഇടണം കേട്ടോ, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്ന വെളുത്തുള്ളിയുടെയും എല്ലാം കൂടെ. ഇനി ഇതൊന്ന് നല്ലപോലെ വാടി വരണം ഈ ബട്ടറിൽ കിടന്നിട്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുകയാണ്. മഷ്റൂം എല്ലാം ഇട്ട് കൊടുത്ത് ഇതിനി നല്ല ഒന്ന് വാടി വരണം. വെള്ളം ഒരുപാടുണ്ട് ഈ മഷ്റൂമിൻ്റെ അകത്ത്. അതുകൊണ്ട് ഈ വെള്ളം ഇറങ്ങാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഈ കൂണ്ടാകത്തെ ഫുള്ള് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഞാനിത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഈ മഷ്റൂം ഇങ്ങനെ ബട്ടറിൽ വേവുമ്പോൾ വരുന്നൊരു സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഉപ്പിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് ഉപ്പുണ്ട ബട്ടറാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അളവ് ശ്രദ്ധിക്കണം. ഇതിപ്പം എൻ്റെ ബട്ടറിന് ഉപ്പ് കുറവായിരുന്നു, ഉപ്പില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. അടച്ച് വെച്ച് ഇത് കണ്ടോ, നമ്മൾ തുറന്നപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതേ ഉള്ളൂ. നിറച്ച് വെള്ളം ഇറങ്ങിയിരിക്കുന്നുണ്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും ആ മഷ്റൂമും ആ ബട്ടറും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേവണം. അപ്പോൾ ഭയങ്കരമായിട്ട് ആ മഷ്റൂമിൻ്റെ ഫ്ലേവർ ഈ പച്ചക്കറികളിലെല്ലാം പിടിക്കും. നല്ല ടേസ്റ്റാട്ടോ. എന്താണേലും ഒരു വട്ടെങ്കിലും ട്രൈ നോക്ക്. അത്രയ്ക്ക് രുചിയാണ്. ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് വെച്ചു. അപ്പോഴത്തേക്ക് ഇതെല്ലാം വെന്തു. ഈ ബ്രൊക്കോളി ഒന്നും വലിയ വേവുള്ള സാധനമല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ ഇളക്കണേ. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് തേങ്ങായും ഒക്കെ ഇട്ട് വേണം ഒരു കറിയാക്കിയാലും കഴിക്കാം കേട്ടോ. നല്ല രുചിയാണ്. ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന മക്രോണി ഇട്ടാണ്. അതുകൊണ്ട് മക്രോണിയും കൂടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഈ പാസ്ത വേണമെങ്കിൽ ഈ സമയത്ത് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ പാസ്തയാണോ മക്രോണിയാണെങ്കിൽ മക്രോണി, ഏത് ഷേപ്പിലുള്ളതാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ രീതിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ മക്രോണി ഉള്ളതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ്. അത് അവനവൻ്റെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലെക്സ് ആണ്. ഇതും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു കണക്ക് ടേസ്റ്റൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഇട്ട് കൊടുക്കണേ. പക്ഷേ എരിവ് നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച്. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണേ. ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറക്കുമ്പോൾ കണ്ടോ എല്ലാം നല്ല പോലെ വെന്തു. നല്ല സ്മെല്ലാട്ടോ മഷ്റൂമിൻ്റെയും പച്ചക്കറിയുടെയും ബട്ടറിൻ്റെ എല്ലാം കൂടെ. ഇനിയാണ് നമ്മളിതിലേക്ക്
ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫ്രഷ് ക്രീമാണേ. ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ. ഇനി ഇതില്ലെങ്കിൽ മൈദാമാവ് വേണേ ആ ബട്ടറിൽ കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഇതാണ് ഒഴിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ആകുമ്പോൾ ഇതാണ് ഒന്നുകൂടെ നല്ലത്. ഈ ഒപ്പം വേണേൽ പാൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ക്രീം ഒഴിച്ചു കൊടുക്കുന്ന നല്ല ടേസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തു. ഒറിഗാനോ ഇടുമ്പോൾ ഭയങ്കര ഒരു നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ പല ഡിഷും ചിലപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ രീതിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിഞ്ഞു. അപ്പം നമ്മുടെ മക്രോണി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ, സീ യു.